അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഒരു പുതിയ ചരിത്രവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഹിജ്റയുടെ ദീർഘമായ വഴികൾ താണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയുടെ മരുപ്പച്ചയിലെത്തി. ആഹ്ലാദം ആകാശത്തോളം ഉയർന്ന ആ നാൾ മദീനക്കാർക്ക് ആദ്യ അനുഭവമായിരുന്നു. മന്ദം മന്ദം നടന്നു നീങ്ങുന്ന കസ്വായുടെ പുറത്ത് അതിലേറെ പുഞ്ചിരി തൂകിയിരുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ കണ്ണിറയെ കണ്ടു. കൈകൾ വീശി അപാലവൃതം ഉറക്കെ ഉറക്കെ അവർ ആഹ്ലാദ ഗീതങ്ങൾ ചൊല്ലി. ത്വല അൽ ബദുറു അലൈന, ഇവിടെ ഇറങ്ങൂ നബിയെ എന്നോരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നു. ദൂതരെ തനിക്ക് അതിഥിയായി കിട്ടാൻ ചിലർ കസ്വയെ പിടിച്ചു നിർത്താൻ വരെ ശ്രമിച്ചു. അവളുടെ വഴിയേ പോകട്ടെ, അവൾ വെറുതെ വിടൂ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി വിടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോരുത്തരെയും ആകാംക്ഷഭരിതരും പിന്നെ നിരാശരുമാക്കി നടന്നു നീങ്ങിയ കസ്വ ഒടുവിലൊരു കൊച്ചു വീടിൻ്റെ വിശാലമായ മുറ്റത്ത് മുട്ടുകുത്തി. പള്ളഭാഗം മണ്ണിലമർത്തി വെച്ച ആ ഒട്ടകത്തിൻ്റെ മുതുകിൽ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴോട്ടിറങ്ങി. അപ്പോൾ ആ വീട്ടിൽ നിന്നൊരാൾ ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടരുകയും മുഖം ആഹ്ലാദഭരിതമാവുകയും ചെയ്തിരുന്നു. ഓരോ യസ്രിബ് വാസിയും അദ്ദേഹത്തെ അസൂയയോടെ നോക്കിക്കൊണ്ടിരുന്നു. തിരുനബിയെ വിരുന്നുകാരനായി കിട്ടിയ ആ ഭാഗ്യവാൻ, എത്ര ഭാഗ്യവാനാണ് അയാൾ! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിഥിയായി കിട്ടിയ ആ മനുഷ്യൻ ചരിത്രത്തിൽ പിന്നീട് അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന നാമത്തിൽ അറിയപ്പെട്ടു. അബൂ അയ്യൂബ് ഖാലിദ് ബിൻ സെയ്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഹസ്റജ് ഗോത്രത്തിലെ ബനു നജാർ കുടുംബാംഗമാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള രണ്ടാം അഖബ ഉടമ്പടിയിൽ തൻ്റെ കുലത്തിൻ്റെ പ്രതിനിധിയായി ദൂതർക്ക് മുമ്പാകെ പ്രതിജ്ഞയെടുത്തിരുന്നു അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. വീടിൻ്റെ താഴെമുറി തിരുനബിക്കായി ഒരുക്കി നൽകിയ അബൂ അയ്യൂബ് അൽ അൻസാരിയും ഭാര്യയും മുകളിലെ മുറിയിലേക്ക് താമസം മാറി. പള്ളി നിർമ്മാണം പൂർത്തിയാവും വരെ 7 മാസത്തോളം അബൂ അയ്യൂബിൻ്റെ അതിഥിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ ചരിത്രത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത മഹാഭാഗ്യത്തിൻ്റെ ഉടമയായി അബൂ അയ്യൂബ് അൽ അൻസാരി. ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കാനും ഭക്ഷണം ഒരുക്കി കൊടുക്കാനും അബൂ അയ്യൂബിനും ഭാര്യയ്ക്കും കഴിഞ്ഞു. ദൂതർ അവരെ സ്വന്തം വീട്ടുകാരായും ആ വീട് സ്വന്തം വീടായും കണ്ടു. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പള്ളിയായ മസ്ജിദ് നബവി പണി കഴിപ്പിച്ചതും. ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടനവധി ഓർമ്മകൾ ബാക്കിയാക്കിയ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു 8 പതിറ്റാണ്ട് ജീവിച്ചിരുന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശന്ന് അല്പം ഭക്ഷണത്തിനായി പുറത്തലഞ്ഞ സംഭവം പ്രസിദ്ധമാണല്ലോ. പുറത്തിറങ്ങി നടക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് വേണ്ടത് വിശപ്പകറ്റാനുള്ള ഇത്തിരി ഭക്ഷണമായിരുന്നു. ഇരുവരും നടക്കവേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിനും അസഹ്യമായ വിശപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവരെയും കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി ചെന്നത് തൻ്റെ ആദ്യകാല ആതിഥേയൻ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവും ഭാര്യയും 3 വിരുന്നുകാരെയും സ്വീകരിച്ചിരുത്തി. ഈത്തപ്പനത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത ഏതാനും കുല ഈത്തപ്പഴങ്ങൾ അവർക്കായി നൽകി. വൈകാതെ ഒരാടിനെ അറുത്ത് റൊട്ടിയുമുണ്ടാക്കി വിഭവധന്യമായ സൽക്കാരവും ഒരുക്കി. വയറു നിറഞ്ഞ് പ്രാർത്ഥനയും നടത്തിയാണ് ദൂതരും 2 കൂട്ടുകാരും അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വിട്ടത്. മുആവിയയുടെ കാലം. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുകയെന്നത് മുസ്ലിങ്ങളുടെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു. നാവികസൈന്യം രൂപീകരിച്ചത് തന്നെ ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമായിരുന്നു. പുത്രൻ യസീദിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു നാവികപ്പടയെ മുആവിയ റളിയല്ലാഹു അൻഹു കോൺസ്റ്റാന്റിനോപ്പിൾ ഉപരോധത്തിനായി അയച്ചു. ക്രിസ്താബ്ദം 672 ഹിജ്റ 52 ഈ സംഭവം. ആ സൈന്യത്തിൽ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവും ചേർന്നു. 80കളിലെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഉപരോധം നടക്കവേ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു രോഗിയായി. പോരാട്ടത്തിൽ പങ്കെടുക്കാൻ ആ ധീരസേനാനിക്ക് കഴിഞ്ഞില്ല. നിരാശയുമായി കഴിയവേ മുതിർന്ന പടയാളിയെ കാണാൻ നായകൻ യസീദ് എത്തി. നായകനെ കണ്ട അബൂ അയ്യൂബ് ഒരു ആഗ്രഹം അദ്ദേഹവുമായി പങ്കുവച്ചു. ഞാൻ മരിച്ചാൽ മുസ്ലിം സൈനികർക്ക് എൻ്റെ സലാം എത്തിക്കണം.
കോൺസ്റ്റന്റിനോപ്പിളിൻ്റെ കടൽ ഭിത്തിക്കപ്പുറം എന്നെ മറമാടുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാസങ്ങളോളം വിരുന്നൂട്ടിയ അനുഗ്രഹീതനായ ആ സ്വഹാബി വര്യൻ്റെ ആഗ്രഹം ധീരനായ യസീദ് സഫലമാക്കി. കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കാനായില്ലെങ്കിലും. മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.